അതുതന്നെയാണ് വിനീത. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം എത്രമാത്രം ഭീകരമായിരുന്നു എന്നുള്ളത്. അതായത് ഇങ്ങോട്ടേക്ക് ആരും എത്തിയില്ല എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തകർ തന്നെ ഇപ്പോൾ എത്തുകയാണ്. വീട്ടുപകരണങ്ങൾ കാണാം. ഇതൊരു വീടായിരുന്നു വിനീത. രക്ഷാപ്രവർത്തകർ ഇവിടെ നേരത്തെ എത്തി ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ചുറ്റിക ഉപയോഗിച്ച് ഇത് തകർത്ത് നോക്കിയിരുന്നു. അപ്പോഴേക്ക് അതിൻ്റെ ഉള്ളിൽ നേരത്തെ നമ്മൾ സുദേവൻ്റെ വീട്ടിൽ കണ്ടതുപോലെ വലിയ മരങ്ങളും ചളിയുമെല്ലാം ഉണ്ട്. രക്ഷാപ്രവർത്തകർ വീടിനകത്തേക്ക് നോക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതായത് ആദ്യമായി ഇവരിവിടെ എത്തുകയാണ്. ഒരു 5-10 മിനിറ്റ് മുമ്പ് മാത്രം ഒരു വീട് അതിന്റെ മേൽക്കൂര മാറ്റിയാലും രക്ഷാപ്രവർത്തനം എളുപ്പമല്ല എന്നതിന്റെ തെളിവാണ് വിനീത. രക്ഷാപ്രവർത്തകരുടെ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം, വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. അവിടെ രക്ഷാപ്രവർത്തകർ ശബ്ദമുണ്ടാക്കുന്നത് കേൾക്കാം. ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ശബ്ദം പുറത്തറിയിക്കേണ്ടതുണ്ട്. നമുക്ക് അല്പനേരം നിശബ്ദത പാലിക്കാം. പ്രസാദ്, അവിടെ നിന്ന് ആരെങ്കിലും ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളിവിടെ എത്തുന്നതേ ഉള്ളൂ അല്ലേ? ഈ സമയത്ത് ഫസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ. ഇതിന് മുകളിലോട്ട് വീടുകളെല്ലാം ഒഴിപ്പിച്ചതാ. വാർഡ് മെമ്പറിന്റെ മുകളിൽ 4 വീടും കൂടി മുകളിലുണ്ട്. രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ടീമായിട്ട് എത്തുന്നത് ഇപ്പോഴാണ്. എത്തിയിട്ടേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞ് ഒരുപാട് വീടുകളുണ്ടോ അല്ലേ? ഇനി 4 വീടെല്ലാം ഒഴിപ്പിച്ച് ഈ അവസ്ഥയിലുള്ള ഒരുപാട് വീടുകൾ. കല്ലിന്റെ ഒരു വലിപ്പവും ഇതും ഇവിടെയാണല്ലേ വലിയ ശക്തിയിൽ ഇവിടെയും ഇതിന്റെ തൊട്ട് താഴെ. ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം 10-15 കിലോമീറ്റർ കാണാനുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കാര്യം വന്നത്. ഓക്കെ, നമുക്ക് കാണാം വിനീത. ഇവിടെ ഗ്യാസ് സിലിണ്ടർ കാണാം. തൊട്ടടുത്ത വീട്ടിൽ ഈ വീട് തകർന്നിട്ടില്ല, പക്ഷേ വീട്ടിലേക്ക് വന്ന് കിടക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തൊട്ട് പിറകിൽ ഒരു വാഹനം, ഒരു ഒഴുകി വന്ന വാഹനം. പിന്നെ ഇവിടെ രക്ഷപ്പെട്ടു പോയി നമ്മളിവിടെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ ID കാർഡ് കിട്ടി വിളിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ജീപ്പിൻ്റെ താഴേക്ക് തപ്പിയാൽ മതി, മുകളിലേക്കുള്ള എല്ലാവരും അവർ മാറ്റിയിട്ടുണ്ട്. ഇവർ പോകാൻ സാധ്യതയില്ല. കാരണം മുഹമ്മദ് അലി എന്നൊരാളാണ്, മൂപ്പര് കുടുംബക്കാരൻ തന്നെയാണ്. അയാളെ കിട്ടിയിട്ട് ബോഡി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ബോഡി കിട്ടാനുണ്ട്. എത്ര പേരുണ്ട്? അവർ 4 പേരുണ്ടെന്ന് പറഞ്ഞത്. 4 പേരുണ്ട്. മോഹൻലാലിന്റെ ബോഡി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ബോഡി ഇതിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ആ ജീപ്പ് മോഹൻലാലിയുടെ വീട് ഇതാണോ? മോഹൻലാലിന്റെ വീട് ഇതാണെന്ന് പറഞ്ഞത്. ഇതിന് രക്ഷപ്പെട്ട ആളെ വീട് ആ കിടക്കുന്ന സ്ലാബ് കണ്ടില്ലേ? ആ സ്ലാബിൻ്റെ മൂപ്പർ ആ വീടുണ്ടായിരുന്നു. ആ മൂപ്പര് ജീപ്പാണ് കിടക്കുന്നത്. ഈ ജീപ്പിന്റെ പുറകിലേക്ക് തപ്പിയാൽ മതി എന്നാണ് ഇപ്പോൾ ഞാൻ അവരെ വിളിച്ച് രക്ഷപ്പെട്ടു പോയ ആൾക്കാരെ വിളിച്ചത്, സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ വീടിന് ഒന്ന് തപ്പിയാൽ എന്താക്കും, ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് ഇതിനുള്ളിൽ. മുഹമ്മദ് അലി ഒരാളെ ബോഡി കിട്ടിയിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള ബോഡി ഇതിൽ തപ്പിയാൽ. വിനീത മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പ്രതീക്ഷിച്ചത് ഇവരിപ്പോൾ ഇവിടെ മൃതശരീരങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം എന്ന് കരുതിയാണ് ഇവിടെ ഇപ്പോൾ നോക്കുന്നത്. അതായത് ഇതിനകത്തേക്ക് നോക്കാനുള്ളൊരു ശ്രമമാണ്. പക്ഷെ നമുക്ക് അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ വലിയ കല്ലുകളും മരങ്ങളും തിങ്ങി നിറഞ്ഞിട്ടാണ് ഈ വീടിൻ്റെ ഉൾവശമുള്ളത്. എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവൻ്റെ തുടിപ്പുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ഒരു കാര്യം. രക്ഷാപ്രവർത്തകരുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകണം വിനയൻ. അകത്ത് കാണാവോ? അകത്ത് കാണാൻ ആയിട്ടില്ല. ഉള്ളിലേക്ക് നമ്മൾക്ക് ഫുള്ളും മൊത്തം അടഞ്ഞു കിടക്കുകയാണ്. സാധനങ്ങൾ നമുക്ക് മരങ്ങളും കല്ലുകളും ഒന്നും അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റിയ സാഹചര്യത്തിലല്ല. ഇനിതാ ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശം, ഇവിടെ 4 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ മുഹമ്മദ് അലി എന്ന് പറയുന്ന ആൾ, അവരുടെ മൃതദേഹം കിട്ടിയിരുന്നു. ബാക്കി 4 പേരെ കണ്ടെത്താനുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പരിശോധന നടത്തുന്നത്. ഇനിതാ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും. എത്രമാത്രം ശക്തിയായാണ് ഈ മലവെള്ളം ഉരുൾപൊട്ടലിനൊപ്പം ഒലിച്ചു വന്നതെന്ന്. നമുക്ക് ആ വാഹനത്തിൻ്റെ ദൃശ്യത്തിലേക്ക് കൂടി പോകാം. വിനയൻ, ഒരു വാഹനത്തിൻ്റെ കിടപ്പ് കാണുന്നുണ്ടല്ലോ. അതിൻ്റെ അപ്പുറം ഒരു വീട്, ആ വീടിൻ്റെ മേൽക്കൂര മാത്രമേ പുറത്തേക്ക് കാണാനുള്ളൂ. അത് പൂർണ്ണമായി മണ്ണിനടിയിലേക്ക്